ഏകതാവാദം ഉന്നയിക്കുന്നവർ ഏക മാനവികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ടെന്ന് പെരുമാൾ മുരുകൻ. പൊന്നാനി MES കോളേജിൽ ഇംഗ്ലീഷ് അസോസിയേഷൻ സംഘടിപ്പിച്ച ലിറ്റ് സർജൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു സംസ്കാരം തുടങ്ങി ഏകതാവാദം ഉയർത്തിപ്പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ഏകമാനവികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താത്തതെന്ന് പെരുമാൾ മുരുകൻ ചോദിച്ചു. പൊന്നാനി MES കോളേജിൽ ലിറ്റ് സർജൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. அது ஒன்றே ஒன்றுதான். அதிகார குவிப்பு, அந்த அதிகாரத்தை தக்க வைத்துக் கொள்வதற்கு பல முயற்சிகளை பலவிதமாக செய்வாங்க. அது ஒரு கோணத்தில் பார்த்தோம்னா ஒற்றுமைப்படுத்துவது போல தோன்றும். ஒரே நாடு, ஒரே மொழி, ஒரே உணவு, இப்படியெல்லாம் கோஷம் வரும். நாம் மேலோட்டமாக பார்த்தோம்னா ஆக நல்லது தானே, ஏன்னா எல்லாரும் சமம்னு சொல்கிற மாதிரி இல்லை இருக்குது. இந்தியா முழுக்க ஒரே மொழி, அமெரிக்காவில் ஒரே மொழி தான் பேசுகிறாங்க. இந்தியாவில் எதுக்கு பழமொழி, எல்லாரும் ஒரே மொழியை பேசலாம் தானே, நல்லது தானே அப்படிங்கிற மாதிரி தோணும். ஆனால் அது மனித இயற்கைக்கு எதிரானது. மனிதர்கள் எப்படிப்பட்டவர்கள்? பல தன்மைகள் கொண்டவர்கள். நமக்கு உருவ அமைப்பு, நம்முடைய அங்கங்கள் பார்த்தா ஒரே மாதிரி இருக்கலாம், ஆனால் ஒவ்வொருவரும் தனித்தன்மை கொண்டவர்கள். ஒவ்வொருவருக்கும் அவர்களுக்குன்னு இருக்கக்கூடிய குணாம்சங்கள், அவர்களுக்குன்னு இருக்கக்கூடிய விருப்பங்கள், செயல்பாடுகள் எல்லாமே வெவ்வேறு. இதுதான் மனித இயல்பு. அதே போலத்தான் உலக வரைபடத்தை நீங்க எடுத்துக்கொண்டால் கூட நில அமைப்பும் அப்படித்தான், இயற்கையே அப்படித்தான். நீங்க எல்லா இடத்துலையும் ஒரே மாதிரி இருக்காது இயற்கை. நான் ஒரு 10 ആണ്ടുകൾക്ക് മുന്നാണ് ഫെലോഷിപ്പുകൾ എടുത്തുകളഞ്ഞും സംവരണങ്ങൾ അട്ടിമറിച്ചും ഇത്തരം മേഖലകളെ തകർക്കാൻ ശ്രമിക്കുന്നവർ സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി വിഭാവനം ചെയ്ത സംവരണമെന്ന മഹത്തായ ആശയത്തെ തന്നെയാണ് വികലമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അച്ചിൽ വാർത്തെടുക്കുന്ന കളിമൺ പ്രതിമകളായ മനുഷ്യരെ സൃഷ്ടിക്കുക മാത്രമാണ് ഏകതാവാദം കൊണ്ട് സാധ്യമാവുന്നതെന്നും നാനാത്വങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യർ തമ്മിൽ ഐക്യം രൂപപ്പെടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോളേജ് പ്രിൻസിപ്പൽ ഷാജിദ് PP അധ്യക്ഷത വഹിച്ചു. MES പൊന്നാനി കോളേജ് സെക്രട്ടറി മുഹമ്മദ് സഗീർ ഖാദിരി, ജിയോളജി ഡിപ്പാർട്ട്മെന്റ് തലവനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവുമായ ഡോക്ടർ VK ബ്രജേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇംഗ്ലീഷ് വിഭാഗം തലവൻ ഡോക്ടർ അമീറ VU സ്വാഗതവും ഇംഗ്ലീഷ് അസോസിയേഷൻ സെക്രട്ടറി നസീം ഷാക്കിർ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.